കല്യാണം പോയി കഴിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയാണ്. അതാണ് നമ്മുടെ തങ്കം. സോ തങ്കത്തിനെ അവിടുന്ന് നാട്ടിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തങ്കം അവിടെ നിന്ന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നാട് വിട്ടു പോകണം എന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി പിരിവിടാണ്. നാഗേന്ദ്രൻ ഹണിമൂൺ അഥവാ നാഗേന്ദ്രന്റെ മധുവിധു, വേണമെങ്കിൽ നാഗേന്ദ്രന്റെ തേൻ നില എന്നൊക്കെ നമുക്ക് പറയാം. ഒരാൾക്ക് 5 ഭാര്യമാർ. ഇതാണ് എന്നെ ഈ സീരീസ് കാണാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റിപ്പിച്ച ഫാക്ടർ. പക്ഷെ ഈ സീരീസിൽ ഒരു കോമഡി കണ്ടുപിടിച്ച് തരുന്നതിന് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ഇടാം. 6 എപ്പിസോഡാണ് ഈ സീരീസിൽ. അത് കാണുന്ന നേരം കൊണ്ട് ഞാൻ 5 ജില്ലയിൽ പോയിട്ട് 5 പെണ്ണ് കിട്ടിയെന്ന് വെച്ചാൽ എനിക്ക് ഇതിലും എന്റർടൈൻമെന്റ് കിട്ടിയിട്ടുണ്ടാവും. അത് ഞാൻ ഇതിലും നന്നായിട്ട് കഥ എഴുതിയിട്ടുണ്ടാവും. സോ സുരാജാണ് ഇതിലെ നായകൻ. സോ ആൾക്ക് 5 ഭാര്യമാരാണ്. ഫസ്റ്റത്തെ ഭാര്യ ജാനകി, അതാണ് ഫസ്റ്റ് എപ്പിസോഡ്. ആളുടെ മുറപ്പെണ്ണാണ്. പക്ഷെ ആൾക്ക് ഈ കല്യാണത്തിനൊന്നും താല്പര്യമില്ല. കാരണം കല്യാണം കഴിച്ചതിന് ജോലിക്ക് പോകണമല്ലോ. ആളുടെ മെയിൻ ആയിട്ടുള്ള ഹോബീസ് ഉണ്ട്. ഭക്ഷണം കഴിക്കുക, സുഖമായി കിടന്നുറങ്ങുക, മെല്ലെ 11 മണിക്ക് എണീക്കുക. ഇതൊക്കെയാണ് ആളുടെ ഹോബി. പക്ഷെ ആൾക്ക് പിന്നീട് ഒരു ആഗ്രഹം വരികയാണ്, എനിക്ക് പെർഷ്യ പോകണം, വലിയ കാശുകാരാവണം. അങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ ആൾ കല്യാണം കഴിക്കാൻ എന്തിനാണ്? സ്ത്രീധനത്തിന് വേണ്ടിയിട്ട്. പക്ഷെ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ കൊച്ചിന്റെ തന്തപ്പിടിയിൽ 10 പൈസ ഇല്ല. ആ ദേശത്തിൽ ആൾ പോയി 2ാമത്തെ കല്യാണം കഴിക്കാൻ, അഥവാ 2ാമത്തെ ഭാര്യ ലില്ലിക്കുട്ടി. ലില്ലിക്കുട്ടി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിലുള്ള ആളാണ്. 5 പൈസ 10 പൈസ അല്ല, ഒരു 5 രൂപയുടെ കുറവുള്ള ഒരാളാണ്. ഒരു അരപ്പിരി മുക്കാപ്പിരി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചെറുതായിട്ട് വട്ടിന്റെ സൂക്കടുള്ള ഒരാളാണ്. 38 വയസ്സായിട്ട് ആളെ കല്യാണം കഴിഞ്ഞിട്ടില്ല. പക്ഷെ വീട്ടുകാരാണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ സ്ത്രീധനം കൊടുക്കാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ സുരാജിന് ഇതൊന്നും അറിയില്ല. സുരാജ് സ്ത്രീധനം കിട്ടുന്ന പറഞ്ഞപ്പോ മറ്റേ ജോസഫ് എന്നുള്ളൊരു പേരിലും, ആദ്യം പേര് നാഗേന്ദ്രൻ എന്നാണ്, ജോസഫ് എന്നുള്ള പേര് പോയിട്ട് കല്യാണം കഴിക്കുകയാണ്. ഇഷ്ടം പോലെ കാശ് കിട്ടും. പക്ഷെ ആൾക്ക് പ്രാന്താണെന്ന് പിന്നീട് മനസ്സിലായി. അങ്ങനെ കിട്ടിയ കാശും കൊണ്ട് അവിടുന്ന് ചാടി. എന്നിട്ട് നേരെ പോയിട്ട് 3ാമത്തെ കല്യാണം കഴിക്കുകയാണ്, അഥവാ നമ്മുടെ ലൈല ശ്വേതാ മേനോൻ. സോ ലൈല അഥവാ ശ്വേതാ മേനോൻ 2ാം ഘട്ടമാണ്. ആദ്യത്തെ ഭർത്താവിനെ കൊന്നിട്ട് വന്നിരിക്കുകയാണ്. ഇതും നമ്മുടെ സുരാജിന് അറിയില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാണ് അറിയുന്നത്. പിന്നെ കിട്ടിയ പൈസയും കൊണ്ട് അവിടുന്ന് ചാടി. അങ്ങനെ എവിടുന്നും ഫുൾ ആയിട്ടുള്ള പൈസയൊന്നും കിട്ടുന്നില്ല പെർഷ്യ പോകാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ബ്രോക്കർ 4ാമത്തെ കല്യാണം അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് സാവത്രി. ആ കുട്ടിയെന്ന് വെച്ചാൽ 10-22 വയസ്സായ കുട്ടി ഗർഭിണിയായിരിക്കുകയാണ്. ഒരു അഫെയർ ഒക്കെ ഉണ്ടായിരുന്നു. സോ സുരാജ് ആ കുട്ടിയെ കല്യാണം കഴിച്ചു. അവിടുന്ന് ഒന്നും കിട്ടില്ല. കാരണം വലിയ നമ്പൂതിരി ഫാമിലി ആണെങ്കിൽ പോലും കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ക്ഷയിച്ച ഒരു ഫാമിലി ആയിരുന്നു. അങ്ങനെ സഹതാപമൊക്കെ തോന്നി കിട്ടിയെന്ന് ഒരു പങ്ക് ആ കുട്ടിക്ക് കൊടുത്ത് സുരാജ് അവിടുന്ന് ചാടാൻ. എന്നിട്ട് 5ാമത്തെ കല്യാണം പോയി കഴിക്കും. സോ 5ാമത്തെ കല്യാണം പോയി കഴിക്കുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെയാണ്. അതാണ് നമ്മുടെ തങ്കം. സോ തങ്കത്തിനെ അവിടുന്ന് നാട്ടിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തങ്കം അവിടെ നിന്ന് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നാട് വിട്ടു പോകണം എന്ന് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് പറയുമ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാവരും കൂടി പിരിവിടാണ് തങ്കം അവിടുന്ന് പോവാതിരിക്കാൻ വേണ്ടി. അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ കനിക്കുസൃതിയാണ്. സോ ഈ സീരീസിൽ ആകെ കുറച്ച് പ്രത്യേകം അഭിനയിച്ചിരുന്നത് കനിക്കുസൃതി മാത്രം. പക്ഷെ ഇതിൽ കുറെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ എപ്പിസോഡിലുള്ളത്. അതായത് ഇവൻ കല്യാണം കഴിച്ചിട്ട് ഭർത്താവാണ് വേണ്ടിയിരിക്കുന്നത്, നാട്ടുകാരൊക്കെ കൂടി വന്ന് കയറി മേഞ്ഞു പോകും. ഇവൻ പോയിട്ട് സോഡയും അവർക്ക് ബിരിയാണി ഇതൊക്കെ മേടിച്ചു കൊടുക്കണം ഭാര്യയായിട്ട് അഫെയർ ഉണ്ടാക്കുമ്പോൾ. ഭയങ്കര വിയേർഡ് ആയിട്ടാണ് തോന്നിയത്. ടുവേർഡ്സ് ക്ലൈമാക്സ് മാത്രമാണ് കുറച്ച് നന്നായി തോന്നിയത്. ക്ലൈമാക്സിൽ എല്ലാവരും അവന്റെ വീട്ടിൽ വന്ന് അതിനെ നിൽക്കും. 5 ഭാര്യമാർ അവന്റെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ എഴുതി കാണിക്കും, ഇവിടെ തുടങ്ങുന്നു നാഗേന്ദ്രന്റെ മധുവിധു. ഇതാണ് ഈ 6 എപ്പിസോഡിൽ. 6ാമത്തെ എപ്പിസോഡ് ഞാൻ പറയുന്നില്ല, കാരണം 6ാമത്തെ എപ്പിസോഡിൽ എന്തോ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ സീരീസ് കാണേണ്ടി വരില്ല. സോ Disney+ Hotstar ആൻഡ് മലയാളം സീരീസ് നെവർ ഡിസപ്പോയിന്റ്സ് എന്നാണ് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് തരുന്ന ഒരു സീരീസ് ആയിരുന്നു. ഇതിലാണ് വെച്ച് ഈ പണ്ടത്തെ ഏഷ്യാനെറ്റിലും കൈരളിയിലും സൂര്യ ടിവിയിലും വരുന്ന എല്ലാ BGM സീരിയലിൽ വരുന്ന ഇട്ട് കുത്തിക്കയറ്റി മനുഷ്യനെ വെറുപ്പിച്ചിട്ടുണ്ട്. ആകെ കുറച്ച് നന്നായി തോന്നിയിരിക്കുന്നത് ഈ റബ്ബർ തോട്ടവും അതേപോലെ തന്നെ തെങ്ങും തോപ്പൊക്കെ കാണിക്കുന്നത്. അത് നല്ല രസമുണ്ട് ടിവിയിലൊക്കെ കാണുമ്പോൾ. അത് മാത്രമേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ ഒരു ചിരിക്കാനുള്ള ഒരു മലയാളം സീരീസ് കാണണം വെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ പേരിലൂർ പ്രീമിയർ ലീഗ് കാണുന്നതായിരിക്കും ഇതിലും നല്ലത്. കാരണം ഇത് ഭയങ്കര വേഴ്സ്റ്റ് സീരീസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. വേണമെങ്കിൽ കണ്ടുനോക്കാൻ ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്.